കൊല്ലത്തെ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ 2 തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശി കുളത്തലെ സ്വദേശി ശശികുമാർ സഹായ്, മുത്തുവയൽ സ്വദേശി ഗുരു കാളിദാസ് എന്നിവരെയാണ് കുട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. യൂറോപ്യൻ രാജ്യമായ ലിത്വോയിൽ വെയർഹൌസ് സൂപ്പർവൈസർ ജോലി വാഗ്ദാനം ചെയ്ത് കൊട്ടിയം സ്വദേശികളായ 3 പേരിൽ നിന്ന് 16 ലക്ഷം രൂപയോളമാണ് തമിഴ്നാട് സ്വദേശികൾ തട്ടിയെടുത്തത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം നൽകി കബളിപ്പിക്കുന്ന 2 തമിഴ്നാട് സ്വദേശികളെ ഇന്നലെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടിയം സ്വദേശികളായ 3 പേരെ യൂറോപ്യൻ രാജ്യമായ ലാത്വിയയിലേക്ക് വെയർഹൌസ് സൂപ്പർവൈസർ എന്ന തസ്തികയിലേക്ക് ജോലി സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരാളിൽ നിന്ന് 5 ലക്ഷം രൂപ വെച്ച് കബളിപ്പിച്ചുമായി ബന്ധപ്പെട്ട് 2024 ഒക്ടോബറിൽ ലഭിച്ച പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഈ പ്രതികളെ കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ലിത്വോയിലേക്ക് പോകുന്നതിന് 6 മാസം സമയമെടുക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കൊട്ടയം സ്വദേശികളെ അസർബൈജാനിൽ എത്തിച്ചത്. 2 മാസം പിന്നിട്ടിട്ടും ഇവരുടെ യാതൊരു വിവരവും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടിയം സ്വദേശികൾ ഇന്ത്യൻ എംബസിയെ സമീപിച്ച് നാട്ടിലെത്തുകയായിരുന്നു. പിന്നീട് നാട്ടിൽ വന്ന് പോലീസിൽ പരാതി നൽകി. ஏஜென்ட் ஃப்ரெண்டு மூலியமா ஏஜென்ட் வந்து என்கிட்ட இந்த மாதிரி லாத்தியாவுக்கு கூப்பிட்றாங்க, நீங்கள் வர்றீங்களா அப்படின்னு சொன்னாங்க. சரி வர்றேன், அமௌண்ட் எவ்வளோதுன்னு கேட்கல, இவ்வளோதுன்னாங்க. கொண்டு போய் அமௌண்ட்டை 2.5 இங்கே கட்டிட்டேன். திரும்ப அதர் கண்ட்ரிக்கு போகணும்னாக்கா இன்னும் 2.5 கட்டணும் அப்படின்னாங்க. இங்கேருந்து லாத்தியாவுக்கு எங்களை டிக்கெட் போட்டு அனுப்பிட்டாங்க. அனுப்புனாக்கா நாங்கள் எல்லாருமே அங்கே இருந்தோம். ஒரு 3 பேர் ஃபஸ்ட்டு போயிருந்தோம், 3 பேர் இல்லை. அப்புறம் போலீஸுக்கு சாரு ஹபீப் சாரும் வந்திருந்தாங்க, அவங்க ஃபேமிலியோடு வந்திருந்தாங்க. அவங்களெல்லாம் சேர்ந்து எல்லாருமா இருந்தால் ஒரு வேலைக்கு கூட அனுப்பலை. எங்களை பணத்தை வாங்கிட்டு உட்கார வச்சுக்கிட்டே இருந்து ஒரு 5 മാസം എങ്ങളെ ഉட்கார വെച്ചിരുന്നാங்க. யாரு? ഗുരു കാളീശ്വരൻ. കൊട്ടിയം പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് നിന്ന് ഇവരെ പിടികൂടുകയായിരുന്നു. പ്രതികളുടെ വീടുകളിൽ നിന്ന് നിരവധി കമ്പനികളുടെ കൃത്രിമ രേഖകളും വ്യാജ സീലുകളും വിദേശ കറൻസികളും ലാപ്ടോപ്പ്, മൊബൈൽ എന്നിവ പോലീസ് കണ്ടെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.